പാലസ്തീനിയൻസിനെ ഒരു തരത്തിലും ഒരു മനുഷ്യരായിട്ട് പോലും കണക്കാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പൊതുബോധം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഒരു ഇസ്രായേലി പാർലമെൻറ്റിൻ്റെ മുൻ മെമ്പറായിരുന്ന മോഷെ ഫെയ്ഗ്ലിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റാണ്, എവരിബഡി ഇൻ ഗാസ ഈസ് ആൻ എനിമി, നോട്ട് എ സിംഗിൾ ഗാസൻ ചൈൽഡ് വിൽ ബി ലെഫ്റ്റ് ദെയർ. അതായത് എവരി ചൈൽഡ് ആൻഡ് എവരി ബേബി എന്നാണ് അദ്ദേഹം പറയുന്നത്. എവരി ബേബി ഇൻ ഗാസ ഈസ് ആൻ എനിമി എന്നാണ്. അപ്പോൾ ഇത് ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെട്ട കമൻ്റ് അല്ല. ഇതുപോലത്തെ ഒരു 100 കമൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാർ. ഇത് പാർലമെൻറ്റ് മെമ്പറായിരുന്ന അദ്ദേഹമാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം ഇതായിട്ടുള്ള ഒരു ഫ്രഞ്ച് ഗ്രൂപ്പൊന്നും ആയിട്ടുള്ള ഒരാളല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊതുബോധമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെസ്റ്റേൺ മീഡിയയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് തന്നെ വെസ്റ്റേൺ മീഡിയയുടെ കോംപ്ലിസിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഗാസ ഇതിനെ ഇവർ ഇത്രയും കാലം ഇപ്പം ഇവർക്ക് മറച്ചു വയ്ക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ക്രിറ്റിസിസം അതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ഈവൻ മറ്റേ നമ്മൾ പ്രോഗ്രസീവ് ലിബറൽ എന്ന് പറയുന്ന ഗാർഡിയൻ പത്രത്തിനടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ഇപ്പോഴാണ് അവർ ഓപ്പൺ അപ്പ് ചെയ്തതെന്ന്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പറഞ്ഞ അനസ് അൽ ഷെരീഫ് പോലെയുള്ള മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ വലിയ ലിബറൽ പ്രോഗ്രസീവ് ഒപ്പീനിയൻസിനെ ഒഴിവാക്കാൻ പറ്റാത്ത വണ്ണം ഇതൊരു വിഷയമായി മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാവരുത് എന്നുള്ള നിലയിലാണ് ഈ ജേർണലിസ്റ്റുകളെ, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 10-നും ഇപ്പം ഓഗസ്റ്റ് 25-നും അവിടെ അന്നും 5 പേര് കൊല്ലപ്പെട്ടു. ആദ്യത്തെ ഓഗസ്റ്റ് 10-ന് 7 പേര്. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏതാണ് ഒരു 25 ദിവസത്തിനുള്ളിൽ 12 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത്. കൊല്ലപ്പെടുകയല്ല, സിസ്റ്റമാറ്റിക്കലി അവരെ ടാർഗറ്റ് ചെയ്തു. കാരണം ഇവരെല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫോട്ടോസിൽ കാണാൻ പറയാം, വലിയ ഇതിനകത്ത് മീഡിയ എന്ന് എഴുതിയിട്ടുള്ള ഇതുമായിട്ടാണ് വെസ്റ്റ് ധരിച്ചാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇത് ഇസ്രായേലിനെ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സർവൈലൻസ് സിസ്റ്റം അനുസരിച്ചിട്ട് അവർ ആരാണോ ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു സാധനമാണ്. ഇവരെല്ലാവരും തന്നെ മീഡിയ ഇതാണ്, അവരുടെ വാഹനങ്ങൾ ഇതാണ്, അവിടെ ഇതായിരിക്കുന്നത്. പിന്നെ ഇത് ആരാണ് ഇവരുടെ കൂടെ മരിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു വിവരവുമില്ല. അവരുടെ കൂടെ അവർ അല്ലെങ്കിൽ ഹമാസിനെ കവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഇവർ ആരെയാണ്? അപ്പോൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒരു നേതാവിനെ കൊല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇത്രയും മനുഷ്യരെയും ടാർഗറ്റ് ചെയ്യാമെന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് ഗാസയിൽ മാത്രമായിട്ടും അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് ലോകത്തിൻ്റെ മുഴുവൻ കോൺഫ്ലിക്റ്റ് മേഖലകളിലും ഈ ഒരു ബോധം ഇതിലേക്ക് വരികയാണ്. കാരണം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ശത്രുവിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. ആ ടാർഗറ്റിൻ്റെ കൂടെ വേറെ നിരപരാധികൾ വേണമെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടാം അല്ലെങ്കിൽ കൊല്ലാം എന്ന് പറയുന്ന ഒരു പുതിയ നീതിബോധം ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഈ ഡ്രോൺ വാറിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ഒരു സംഭവം ഇതായിട്ടായിരുന്നു വരുന്നത്. കാരണം നിങ്ങൾക്ക് ആരും അറിയുന്നില്ല. ഇപ്പം ഡ്രോണിനെ ഇന്ന സ്ഥലത്ത് ഒരാളിരിക്കുന്നു, അയാളെ നിയന്ത്രിക്കുന്നത്, അത് ഒരു ശത്രുവിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു സൈനിക നടപടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.